ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ആക്റ്റീവ 3G വണ്ടിയുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് മൊത്തത്തിലൊരു കുടച്ചിലാണ് കംപ്ലയിൻറ്റ് കാണിക്കുക. അപ്പോൾ നമ്മളത് ഓടിച്ച് നോക്കുമ്പോൾ ക്ലച്ചിൽ നിന്നാണ് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് മനസ്സിലായി. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റിൻ്റെ മുകളിൽ തന്നെ ഇത് പൊളിഞ്ഞു പോയേക്കാം, ഷൂ പൊളിഞ്ഞു പോയേക്കാം. ക്ലച്ച് വെയിറ്റിൻ്റെ അത് പൊളിഞ്ഞു പോയിട്ട് ഈ മെറ്റൽ പാർട്സ് ഇത് അലുമിനിയാണ് ഈ വന്ന അത് മെറ്റൽ പാർട്സ് കയറി ക്ലച്ച് ഔട്ടർ ടച്ച് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ. ക്ലച്ച് ഔട്ടർ എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊന്ന് ലേത്തി കൊടുത്തൊന്ന് പോളിഷ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് മാറണം. ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1200 രൂപയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വന്നത് കേട്ടോ. അതിൻ്റെ വില വന്നത് 1200 രൂപയാണ്. പിന്നെ നമുക്ക് അത് പോളിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസിങ് നടത്തിയിട്ട് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. പിന്നെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഒരു മൂളിച്ച സൗണ്ടിൻ്റെ ദിവസം പറഞ്ഞായിരുന്നു. നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു സൗണ്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. വേറെ മേജറായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ഒന്നും സൗണ്ടായിട്ടൊന്നും തോന്നിയില്ലായിരുന്നു കേട്ടോ. നിലവിൽ ഇതുമായി കണ്ട കംപ്ലയിൻറ്റ് ഇതാണ്. അപ്പോൾ അതും പ്രകാരം നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ.